വിഖ്യാത സംവിധായകൻ ശ്യാം ബെനഗൽ അന്തരിച്ചു. 90 വയസ്സായിരുന്നു. വൃക്ക സംബന്ധമായ അസുഖത്തെ തുടർന്ന് മുംബൈയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. സംസ്കാരം പിന്നീട് തീരുമാനിക്കുമെന്ന് മകൾ പിയ ബെനഗൽ അറിയിച്ചു. ഇന്ത്യൻ സിനിമയെ ലോകത്തിന്റെ സ്ക്രീനിലേക്ക് എത്തിക്കുന്നതിൽ മുഖ്യ പങ്കുവഹിച്ച സംവിധായകരിൽ പ്രമുഖനാണ് ശ്യാം ബെനഗൽ. മുഖ്യധാരാ സിനിമയിൽ നിന്ന് വ്യതിചലിച്ച് തൻ്റെതായ സമാന്തര പാത സൃഷ്ടിച്ച കലാകാരൻ. 70കളിലും 80കളിലും ബെനഗലിന്റെ പാത പിന്തുടർന്നാണ് ഇന്ത്യൻ സമാന്തര സിനിമാ പ്രസ്ഥാനം വളർന്നത്. ഈ മാസം 14-നാണ് ശ്യാം ബെനഗൽ തന്റെ 90ാം പിറന്നാൾ ആഘോഷിച്ചത്. സിനിമാ രംഗത്ത് തനിക്ക് പ്രിയപ്പെട്ട ഷബാന ആസ്മിയും നസറുദ്ദീൻ ഷായും ആഘോഷത്തിന്റെ ഭാഗമായിരുന്നു. പിറന്നാൾ ദിനം കഴിഞ്ഞ് അധികമാകും മുൻപേ ബെനഗൽ വിട പറഞ്ഞു. വൃക്കരോഗത്തെ തുടർന്ന് മുംബൈയിലെ വൊക്കാഡ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അന്ത്യം. 3.5 പതിറ്റാണ്ടിന്റെ സിനിമാ ജീവിതത്തിനിടെ 24 സിനിമകൾ, വിഭാഗങ്ങളിലായി 18ഓളം ദേശീയ പുരസ്കാരങ്ങൾ. ബെനഗലിന്റെ മികവ് രേഖപ്പെടുത്താൻ ഈ പട്ടിക ധാരാളം. 1974 റിലീസ് ചെയ്ത അങ്കൂറിലൂടെ തുടക്കം. ചിത്രത്തിന് 2ാമത്തെ മികച്ച സിനിമയ്ക്കുള്ള ദേശീയ പുരസ്കാരം. ഇന്ത്യൻ സിനിമയുടെ മാറ്റത്തിനുള്ള ബെനഗലിന്റെ ചുവടുവെപ്പ് ഇവിടെ തുടങ്ങി. 88ാമത്തെ വയസ്സിൽ സംവിധാനം ചെയ്ത മുജീബ് ദ മേക്കിംഗ് ഓഫ് എ നേഷനാണ് അവസാന ചിത്രം. 2023-ലാണ് ചിത്രം പുറത്തിറങ്ങിയത്. 1966 മുതൽ 1973 വരെ പുനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അധ്യാപകനായിരുന്നു. പിന്നീട് പുനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അധ്യക്ഷനായി 2 തവണ. 1976-ൽ രാജ്യം പത്മശ്രീയും 1991-ൽ പത്മഭൂഷണും നൽകി ആദരിച്ചു. സമഗ്ര സംഭാവനയ്ക്ക് 2005-ൽ ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരവും നേടി. 2006 മുതൽ 2012 വരെ രാജ്യസഭാംഗമായിരുന്നു. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.